ഗോപികമാര് എങ്ങനെ വൃന്ദാവനത്തിൽ വന്ന് ജനിച്ചു? അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ അതിന്. ഒരുപാട് പേര് ഭഗവാനെ ഇഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ആ ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഗോപികമാരായിട്ട് കൃഷ്ണൻ്റെ ഒപ്പം ജനിച്ചത് എന്നാണ്. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് അവരുടെ ആ ഒരു എങ്ങനെയാണ് അവർ ഗോപികമാരായിട്ട് ജനിച്ചത്, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണത്. നമ്മളിൽ ഓരോരുത്തർക്കും ഭഗവാന്റെ അടുത്ത് താമസിക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ ഭഗവാന്റെ കൂട്ടുകാരനായിട്ടോ, അല്ലെങ്കിൽ ഭഗവാന്റെ പത്നിയായിട്ടോ, അതല്ലെങ്കിൽ ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ടോ ഒക്കെ നമ്മളെ കൂടെ വേണമെന്ന് ചിന്തിക്കണവർ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ, ഭഗവാൻ അവസരം തരും. ഇന്നത്തെ കഥ അതാണ്. അത് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, ഭഗവാൻ ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. അപ്പോൾ നമുക്ക് ആ ഗോപികമാരുടെ കഥകളൊന്ന് കേട്ടാലോ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, 5000 വർഷമായി ഭഗവാൻ അല്ലേ നമ്മൾ ഈ ലോകത്തുനിന്ന് പോയിട്ട്. 5000 വർഷം മുൻപേണ് കൃഷ്ണൻ്റെ കഥകൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിനും ഒരുപാട് മുന്നേ ശ്രുതിമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീകളുണ്ടായിരുന്നു അത്രേ. അവർ ശ്വേതാദ്വീപിലാണ് ഇത്ര അവർ താമസിച്ചിരുന്നത്. അവിടുന്ന് ഭഗവാനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് അവർ. ശ്രീകൃഷ്ണനല്ല, ശ്രീഹരി മഹാവിഷ്ണു ഒക്കെ അവതാരങ്ങളൊക്കെ ഒന്ന് തന്നെ. അങ്ങനെ ഈ ശ്രീഹരിനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ അവരുടെ ഭക്തിയിൽ ശ്രീഹരി സന്തുഷ്ടനാവുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, എന്ത് വരമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഈ ശ്രുതിമാര്, അതായത് അവർ സ്ത്രീകളാണ്, ശ്രുതിമാരോട് ചോദിക്കുകയാണ് കേട്ടോ. എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവരെന്താ പറയുന്നത്, അങ്ങയുടെ ആ ആനന്ദരൂപം, നല്ല ഭംഗിയുള്ള ആ രൂപം ഞങ്ങൾക്ക് കാണണമെന്നുണ്ട് ഭഗവാനെ എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയം ഭഗവാൻ എന്താ ചെയ്യുന്നത്, അത്ഭുതങ്ങൾ നിറഞ്ഞതും അതേപോലെ രാധാദേവിയുമായിട്ടുള്ള പ്രേമം, അതുമാത്രോ രാധാദേവിയുമായിട്ട് സിംഹാസനത്തിൽ ഇരുന്ന് സംസാരിക്കുന്നതും, അങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ കൂടെ നിന്നിട്ട് രാസലീല ആടുന്നതും ഒക്കെ ശ്രീഹരി കാണിച്ചു കൊടുക്കുകയാണ്. ആർക്ക്? ഈ നമ്മൾ പറഞ്ഞ ഈ എന്താ പറയുക, ആർക്ക്? ശ്രുതിമാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ഭക്തിയാണ് അവർക്ക് കൂടുതലുള്ളത്. അവർക്ക് ഭഗവാന്റെ ആ ഒരു ലീലകളൊക്കെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി എന്താഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ശ്രീഹരി അവരോട് ചോദിക്കുമ്പോൾ അവർ പറയാണ്, ഭഗവാനുമായിട്ട് ഇങ്ങനെ രാസലീലകളാടാൻ ഞങ്ങൾക്ക് മോഹമുണ്ട്. അത് മാത്രമല്ല, ഈ ഭഗവാൻ ഓരോരുത്തരുടെ കൂടെയും നൃത്തം ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്കും അങ്ങയുടെ കൂടെ നൃത്തം ചെയ്യാൻ ഒരവസരം തരണേ എന്ന് ആ ഒരു ശ്രുതിമാര് ഭഗവാനോട് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീഹരി പറയണ എന്താണ്, ഇനി ഉണ്ടാകാൻ പോകുന്ന സൃഷ്ടിയിൽ ഇപ്പോഴത്തെ ഈ ഒരു സൃഷ്ടി കഴിയായി, ഓരോരോ സൃഷ്ടി ഉണ്ടല്ലോ, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെ ഓരോന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഈ സൃഷ്ടി കഴിയായി. അത് കഴിഞ്ഞ് സാരസ്വതകൽപ്പം കഴിഞ്ഞ ശേഷം നിങ്ങളെല്ലാവരും മധുരയിൽ വൃന്ദാവനത്തിൽ ജനിക്കും. അപ്പം എന്താണ്, അപ്പം ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഞാൻ രാസലീലകൾ ആടാം. അതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്ന് ശ്രുതിമാരോട് പറയണം കേട്ടോ. അങ്ങനെ അവർ ആ ഒരു ഗോപികമാരായിട്ട് വൃന്ദാവനത്തിൽ ജനിക്കുകയാണ്. അത് മാത്രമല്ല, എന്നിട്ടോ ശ്രീരാമാവതാര സമയത്ത് ഒരുപാട് അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ശ്രീരാമാവതാര സമയത്ത് ഭഗവാനെ ജനകപുരിയിൽ സ്ത്രീകള് ശ്രീരാമ ഭഗവാനെ തങ്ങളുടെ പ്രിയതമനാകണം എന്ന് അഭ്യർത്ഥിച്ചു അത്രേ. അത്രയും ഭംഗിയാണല്ലോ ശ്രീരാമ ഭഗവാനെ. അങ്ങനെ പ്രാർത്ഥിച്ച അവരോട് ഭഗവാൻ പറയുന്നു അത്രേ, ദ്വാപരയുഗത്തില് ഞാൻ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് സാഫല്യവും. അപ്പോൾ ആ ദ്വാപരയുഗത്തില് ഞാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരാം എന്ന് പറയണത്രേ. അത് കഴിഞ്ഞിട്ടോ നിങ്ങൾ
ഇനിയുള്ള കാലം എൻ്റെ പൂജയിലും അതുപോലെ എന്നെ സേവിക്കുന്നതിലും അതുപോലെ ധ്യാനത്തിലും ഒക്കെ കഴിയുക എന്ന് അവരോടും പറയണം ശ്രീരാമ ഭഗവാൻ. അപ്പോൾ ആ ഒരു ശ്രീരാമ ഭഗവാനെ പ്രണയിച്ചവരും കൂടിയിട്ട് ഈ ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണനെ സ്നേഹിക്കാനായിട്ട് ഒരവസരം കിട്ടുകയാണ് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, പരശുരാമനെ പരാജയപ്പെടുത്തിയിട്ട് അയോധ്യയിൽ എത്തിയിട്ട് സീതാസമേതനായിട്ട് നിൽക്കുന്ന ആ ഒരു ഭഗവാനെ കണ്ടിട്ട് ഒരുപാട് സ്ത്രീകൾ പ്രേമപരവശരായി എന്നാണ് പറയുന്നത്. അവരോടും അവരുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാം താൻ ദ്വാപരയുഗത്തിൽ എന്ന് ഭഗവാൻ പറയണത്ര അവരോട് ചെയ്യുന്നത്. ഒക്കെ മുൻജന്മങ്ങളിൽ നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അതാണ് പിൻജന്മങ്ങളിൽ വരുന്നത്. ഇനി അപ്പോൾ ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും ഗോപികമാര് ഭഗവാനെ ഇഷ്ടപ്പെടാൻ കാരണമാണ്. അതുമാത്രല്ല, ശ്രീരാമ ഭഗവാന്റെ അവസാന കാലത്ത് സീതാദേവി ഇല്ലാത്ത ആ ഒരു സമയത്ത് ശ്രീരാമ ഭഗവാന്റെ പത്നിയായിട്ട് വരണം എന്ന് ചിന്തിച്ച ഒരുപാട് സ്ത്രീകളുണ്ട് ഇത്ര. കാരണം സീതാദേവീനെ ഇല്ലാണ്ട് ആ ഒരു യാഗം നടത്തുന്നുണ്ടല്ലോ കാഞ്ചന സീതയായിട്ട്. അപ്പം ആ സമയത്ത് ശ്രീരാമ ഭഗവാന്റെ പത്നിയായിട്ട് സീതാദേവിക്ക് പകരം ഞങ്ങൾ ആയാലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇത്രേ. അവരിലെ പലരുമാണത്രേ ഭഗവാന്റെ ഭാര്യമാരായിട്ട് ദ്വാപരയുഗത്തിൽ വന്നത്. അപ്പോൾ ഭഗവാനോട് അവരിങ്ങനെ അഭ്യർത്ഥിച്ചപ്പോൾ അന്നും ശ്രീരാമ ഭഗവാൻ എന്താ പറയുന്നത്, ദ്വാപരയുഗത്തിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരാം എന്നത്രേ ഭഗവാൻ പറഞ്ഞത്. അവരോട് തന്നെയാണ് പറയുന്നത്, നിങ്ങളെ പൂജയിലും ധ്യാനത്തിലും ഒക്കെ കഴിയുക, ദ്വാപരയുഗത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ അവസരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാരസ്വതകൽപ്പം എന്ന് നമ്മൾ പറഞ്ഞുല്ലോ, ഓരോരോ സാരസ്വത കൽപ്പം കഴിഞ്ഞിട്ട് പിന്നെ സൃഷ്ടി വരുമെന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ പുരാണങ്ങളിൽ എന്താ പറയുന്നത്, സാരസ്വതകൽപ്പം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം ഒരു കൽപ്പം എന്നാണ് ഇത്ര പറയുന്നത്. നമ്മളുടെ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെ അത്ര കൽപ്പം എന്ന് പറയുന്നത്. ഇത്തരം 30 കൽപ്പങ്ങൾ ചേർന്നതാത്രേ ഒരു സാരസ്വതകൽപ്പം. അതാണ് ഈ സാരസ്വതകൽപ്പം എന്നുള്ളതിൻ്റെ അർത്ഥം. അങ്ങനെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഒരുപാട് ആൾക്കാരെ കൃഷ്ണനെ സ്നേഹിച്ചവരുണ്ട്. വൈകുണ്ഠത്തിലെ മഹാലക്ഷ്മിയുടെ സഖിമാര്, അതുപോലെ ദേവന്മാര്, ക്ഷീരസാഗരത്തിൽ നിന്നുണ്ടായ ലക്ഷ്മി ദേവിയുടെ സഖിമാര്, അതുമാത്രല്ല നാരായണമൂർത്തിയെ കണ്ട് യജ്ഞനാരായണമൂർത്തി ഭാവത്തിലുള്ള ഭഗവാനെ കണ്ടിട്ട് പ്രേമപരവശരായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ. അതുപോലെ തന്നെ ധന്വന്തരി മൂർത്തി, നമ്മൾ അറിയാം, നമ്മൾ എന്താ ധന്വന്തരി മൂർത്തി ഈ മരുന്നുകളിലെ മൂർത്തിയാണ്, ആയുർവേദത്തിൻ്റെ മൂർത്തിയാണല്ലോ ധന്വന്തരി മൂർത്തി. അദ്ദേഹത്തിൻ്റെ തിരോധാനത്തോട് കൂടിയിട്ട് അത് വിഷമിച്ചിട്ടുള്ള ഒരുപാട് ദേവസ്ത്രീകളുണ്ട്. അവരും അത് മാത്രമല്ല മത്സ്യാവതാര സമയത്ത് ഭഗവാനെ കണ്ട് മോഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, സമുദ്രകന്യകമാര്. അതുമാത്രമല്ല പൃഥു മഹാരാജാവിനെ കണ്ട്, പൃഥു എന്ന് പറഞ്ഞാൽ മഹാരാജാവ് പുരാണങ്ങളിൽ പറയുന്നത് പ്രശസ്തനായ ഒരു ചക്രവർത്തിയാണ്. മഹാവിഷ്ണുവിൻ്റെ അംശാവതാരാണത്ര ഈ പൃഥു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മഹാരാജാവ്. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് മോഹിച്ച സ്ത്രീകള്. പിന്നെ നാരായണമൂർത്തിയുടെ മോഹന രൂപത്തില്, സാക്ഷാൽ നാരായണന്റെ മോഹന രൂപത്തില് ആകൃഷ്ടരായ അപ്സരസുകള്, വാമനമൂർത്തിയെ കണ്ടിട്ട് മോഹിച്ച ഒരുപാട് സ്ത്രീകള്, എല്ലാ അവതാരത്തിലും മോഹിച്ച സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, ദേവന്മാരും ഉണ്ട് മോഹിച്ചവര്. അങ്ങനെയുള്ള എല്ലാ അവതാരത്തിലും മോഹിച്ചവര് എല്ലാവരും കൂടിയിട്ടാണ് ഈ ദ്വാപരയുഗത്തില് ഭഗവാന് 16,000 ഭാര്യമാര് വന്നത്. അത് മാത്രമല്ല ഇത്രയധികം ഗോപികമാരും ആ ഒരു ഗോകുലത്തിൽ വന്നത് എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയിട്ട് ഭഗവാൻ വേണമെങ്കിൽ ഒരു ജന്മം എടുത്തതാണെന്ന് നമുക്ക് പറയാം. അതുമാത്രമല്ലെങ്കിൽ നമുക്ക് പറയാം ധർമ്മം നിലനിർത്താനും അധർമ്മത്തെ ഇല്ലാണ്ടാക്കാനും വേണ്ടിയിട്ട് ഭഗവാൻ വന്നതാണെന്ന് പറയാം. എന്തായാലും ഏത് രൂപത്തിലാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നത് ആ രൂപത്തിലെ ഭഗവാൻ നിങ്ങൾക്ക് അവസരം തരും. അതെന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ നിങ്ങൾക്കൊരവസരം തരും ഭഗവാനെ ആ ഒരു ഭജിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ, പ്രണയിക്കാൻ.
ഏത് രൂപത്തിലാണ് നിങ്ങൾ ഭഗവാനെ സ്നേഹിക്കുന്നത്, ആ രൂപത്തിൽ നിങ്ങൾക്ക് ഭഗവാനോട് ചേരാനുള്ള ഒരു അവസരം ഭഗവാൻ ഉണ്ടാക്കി. സ്ത്രീകൾ മുഴുവനും അവരുടെ ഭക്തി കൊണ്ടാണ് ഭഗവാന് പ്രിയപ്പെട്ടതായത്, അല്ലെങ്കിലോ അവർക്ക് ഭഗവാൻ പ്രിയപ്പെട്ടതായത്.